നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. പാണക്കാട് തങ്ങൾക്കെതിരെ പിണറായിയുടെ പരാമർശം പൊളിറ്റിക്കൽ അറ്റാക്കല്ല, ഇടയ്ക്കിടെ ഉള്ളിലെ സംഖ്യ പുറത്തേക്ക് വരുന്നതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചു. സാദിഖ് അലി തങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണെന്നായിരുന്നു പിണറായി പാലക്കാട് പറഞ്ഞത്. PR ഏജൻസികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പിണറായി വിജയനിലെ സംഖ്യ ഇടയ്ക്ക് പുറത്തേക്ക് വരികയാണെന്നും BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പറയേണ്ട രീതിയിലുള്ള പ്രതികരണമാണ് പിണറായി പറഞ്ഞതെന്നും രാഹുൽ പറഞ്ഞു. സുരേന്ദ്രൻ സംസാരിക്കാൻ പിണറായി അവസരമില്ലാതാക്കിയെന്നും രാഹുൽ പരിഹസിച്ചു. വർക്കലയിൽ 2 വയസ്സുകാരനായ ഏകലവ്യനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും കാമുകനും ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി. വർക്കല ചെറുന്നീർ സ്വദേശി ഉത്തരയ്ക്കും കാമുകൻ രജീഷിനുമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരന് കണ്ടെത്തിയതോടെ തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ ജഡ്ജി K വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത്. 2018 ഡിസംബർ 15-നാണ് 2 വയസ്സുകാരൻ ഏകലവ്യൻ അമ്മയുടെയും കാമുകന്റെയും കൈകളാൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഭർത്താവ് മനുവുമായി പിണങ്ങിയ ഉത്തര കാമുകൻ രജീഷുമായി വർക്കലയിലെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. തിരുനെൽവേലി ചെന്നൈ എഗ്മോർ വന്ദേ ഭാരത് എക്സ്പ്രസിൽ നൽകിയ ഭക്ഷണത്തിൽ കീടങ്ങളെ കണ്ട സംഭവത്തിൽ ദക്ഷിണ റെയിൽവേ ക്ഷമാപണം നടത്തി. ഭക്ഷണം വിതരണം ചെയ്ത സ്ഥാപനത്തിൽ 50,000 രൂപ പിഴ ചുമത്തി. ശനിയാഴ്ച രാവിലെ വണ്ടി മധുര വിട്ടയുടൻ ഒരു യാത്രക്കാരന് നൽകിയ പ്രഭാത ഭക്ഷണത്തിനൊപ്പമുള്ള സാമ്പാറിലാണ് കീടങ്ങൾ കണ്ടത്. നാടും നഗരവും ഇളക്കി പ്രചാരണത്തിന് ശേഷം പാലക്കാട് ഇന്ന് കൊട്ടിക്കലാശം. ഉപതെരഞ്ഞെടുപ്പുകളിൽ സംസ്ഥാനം അടുത്തെങ്ങും കാണാത്ത വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പ്രചരണ നാളുകളാണ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത്. ഉച്ചയോടെ ആരംഭിക്കുന്ന 3 മുന്നണികളുടെയും റോഡ് ഷോ പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് സമാപിക്കുന്ന രീതിയിലാണ് കൊട്ടിക്കലാശം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മണിപ്പൂരിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കെ ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. നിലവിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തും. മണിപ്പൂരിൽ അധികമായി ഏർപ്പെടുത്തേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ യോഗം ചർച്ച ചെയ്യും. കൊലപാതകങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം CBIക്ക് വിടുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ തിരിച്ചയക്കണമെന്ന് ബംഗ്ലാദേശ്. ഓഗസ്റ്റിൽ നടന്ന ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ സർക്കാർ പതനത്തിനു ശേഷം ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കൈമാറാൻ ഇടക്കാല സർക്കാർ ആവശ്യപ്പെടുമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് അറിയിച്ചു. മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ തന്റെ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ഇടക്കാല സർക്കാരിന്റെ 100ാം ദിവസം തികയുന്ന വേളയിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് യൂനുസ് പറഞ്ഞു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഒരു ജില്ലകളിലും ഇന്ന് അലർട്ടുകളില്ല. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസിലാൻഡിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ശ്രീലങ്ക. 2ാം ഏകദിനത്തിൽ 3 വിക്കറ്റിന്റെ ആവേശ വിജയമാണ് ശ്രീലങ്ക സ്വന്തമാക്കിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് 45.1 ഓവറിൽ 209 റൺസിൽ ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിൽ 46 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ ശ്രീലങ്ക ലക്ഷ്യത്തിലെത്തി. നേരത്തെ ടോസ് നേടിയ ശ്രീലങ്ക ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ന്യൂസിലാൻഡ് ബാറ്റിംഗിനിടെ പലതവണ മത്സരം മഴ തടസ്സപ്പെടുത്തി. ഇതോടെ മത്സരം 47 ഓവറായി ചുരുങ്ങി. മാർക്ക് ചാമ്പാന്റെ 76 റൺസിന്റെയും മിച്ചൽ ഹേയുടെ 49 റൺസിന്റെയും മികവിലാണ് ന്യൂസിലാൻഡ് സ്കോർ 200 കടന്നത്. ശ്രീലങ്കയ്ക്കായി ദുനിത് വെല്ലലാഗെ, ജെഫ്രെ വാൻഡർസ് എന്നിവർ 3 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.